Welcome to Buon Natale 2025, presented by St. Joseph's Syro Malabar Catholic Church. As the season of joy and hope surrounds us, we gather as one family to celebrate the birth of our Saviour, with hearts full of gratitude and love. Tonight we welcome you to an evening of music, movement, and meaning where tradition meets celebration. Buon Natale to all, and may peace and blessings abound. ആദിയിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപത്തിൽ വീണ നിമിഷം മുതൽ പിതാവായ ദൈവം ഒരു രക്ഷയുടെ വാഗ്ദാനം നൽകി. കാലങ്ങൾ കടന്നു, തലമുറകൾ മാറി, പ്രവാചകർ ആ വാഗ്ദാനം പുനരാവർത്തിച്ചു. ഒരു കന്യക, ശുദ്ധവും സമർപ്പിതവുമായ ഒരു സ്ത്രീ, അവളുടെ ഗർഭത്തിൽ ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കും. വിനയവും വിശുദ്ധിയും നിറഞ്ഞ ഒരു യുവതിയെ. അവളുടെ പേരാണ് മറിയം. കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ. ഭയപ്പെടേണ്ട മറിയമേ, നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ മഹാനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കന്യകയായിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിനക്ക് നിഴലാകും. അതുകൊണ്ട് ജനിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി.
അന്നത്തെ രാത്രി സാധാരണമായൊരു രാത്രി ആയിരുന്നില്ല. ലോകം മൗനത്തിലായപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയായിരുന്നു. സീസറുടെ കൽപ്പന പ്രകാരം നസ്രത്തിലെ ജോസഫും ഗർഭിണിയായ മറിയവും ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ഒരു കഴുതപ്പുറത്ത് മറിയവും അവളുടെ അരികിൽ നീതിമാനായ ജോസഫും. വിനയത്തോടെയും വിശ്വാസത്തോടെയും അവർ മുന്നോട്ട് നീങ്ങി. അവർ പോകുന്നത് രാജകൊട്ടാരത്തിലേക്കല്ല, അവർ പോകുന്നത് ദാവീദിന്റെ നഗരത്തിലേക്കാണ്. പ്രവാചക വാക്കുകൾ നിറവേറേണ്ടിയിരുന്ന സ്ഥലം. ലോകം അറിഞ്ഞില്ല ഈ യാത്രയുടെ അർത്ഥം. എന്നാൽ സ്വർഗം ഇത് ശ്രദ്ധിച്ചു. ഈ രാത്രിയിൽ ഒരു രക്ഷകൻ ജനിക്കാനിരിക്കുകയാണ്. ഇരുട്ടിന്റെ നടുവിൽ ദൈവം ഒരു പ്രകാശം കൊളുത്തി. ഇത് പ്രഭുക്കൾക്കുള്ള പ്രഖ്യാപനമല്ല, ഇത് ലോകത്തിനുള്ള പ്രതീക്ഷയാണ്, വാഗ്ദാനമാണ്. ദൂതവൃന്ദം
ചിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിപിറന്നല്ലോ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. ഈ ശാന്തതയിലൊരു നിമിഷം ഓർക്കുവിൻ നിൻ സോദരനിൽ ഈശോയെ നീ കണ്ടുവോ മനുഷ്യരന്യരായകലുമായി മനസ്സിലുയരുന്ന മതിലുകൾ ഇനി നീക്കി മണ്ണിൽ ശാന്തിയേകാൻ ക്രിസ്മസ് വന്നിതാ. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി പാരിൻ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമോലും പൊൻപൈതലായി ആത്മീയ ജീവൻ നൽകുന്നിതാ. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി.
പുതുമതൻ തീരാഗന്ധം പാരിൽ നമുക്കായി നിറയുകയായി കടലോളം സ്നേഹം എന്നെന്നും